Hi friends, welcome to Nista Gallery. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കസ്റ്റേർഡ് ഐസ്ക്രീം. നമ്മൾ സാധാരണ കസ്റ്റേർഡ് ഫ്രൂട്ട്സിലൊക്കെ ചേർത്ത് കഴിക്കാറുണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ വെറൈറ്റി ആയിട്ടൊരു ഐസ്ക്രീം തയ്യാറാക്കാമെന്നതാണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1.5 കപ്പ് നല്ല ഫുൾ ക്രീം മിൽക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് കൂട്ടാവുന്നതാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ചേർത്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇവ ഒന്ന് നല്ല പോലെ നമുക്ക് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് പാലെടുത്തിട്ട് അതിലേക്ക് 3 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കട്ടയില്ലാതെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മുടെ പാലും പഞ്ചസാര മിക്സ് ഞാനിവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നല്ല പോലെ ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കലക്കി വെച്ച കസ്റ്റേർഡ് മിക്സ് ചേർത്ത് നല്ലപോലെ കുറുക്കിയെടുക്കാം. നല്ല പോലെ കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കസ്റ്റേർഡ് മിക്സ് ഇവിടെ നല്ല റെഡിയായി വരുന്നുണ്ട്. നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഞാൻ 250 ml ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയി കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ക്രീം ഇവിടെ നല്ല ഫ്ലഫി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച കസ്റ്റേർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും ഒന്ന് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രഷ് ക്രീമും കസ്റ്റേർഡും നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ വെച്ച് വെക്കാം. ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൻ്റെ മുകളിൽ റാപ്പിംഗ് കവർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ ഐസ് ക്രിസ്റ്റൽസ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടൈറ്റായിട്ട് നമുക്ക് ഈ റാപ്പിംഗ് കവർ ഉപയോഗിച്ച് നല്ലപോലെ കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കണ്ടെയ്നർ അടച്ചു വെച്ച് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 8 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 8 മണിക്കൂറിന് ശേഷം എൻ്റെ ഐസ്ക്രീമിൻ്റെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സ്കൂപ്പായി എടുത്ത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കസ്റ്റേർഡ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും പ്രസ് ചെയ്യുക.
ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.